സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനം തടസ്സം നീക്കാൻ ശ്രമവുമായി അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നു. ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റണമെന്ന നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ്. കേരളത്തിൽ നിന്ന് സെൻസർ അനുമതി തേടി 27-ന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് JSK. നവമി ദിനേശ് തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, എന്തു കാരണത്താലാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഈ വിഷയത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത്? ഇതിന്റെ കാരണം എന്താണ്? അണിയറ പ്രവർത്തകർ നൽകുന്ന വിശദീകരണം എന്താണ്? സജിത്ത്, എന്തായാലും കേന്ദ്രമന്ത്രിയുടെ ചിത്രത്തിന് തന്നെ കേന്ദ്ര സെൻസറിംഗ് ബോർഡ് കത്തിവെക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇവർ പറയുന്ന വിശദീകരണം, ജാനകി എന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ദൈവമായിട്ടുള്ള സീതയുടെ മറ്റൊരു നാമമാണ്. ഈ സിനിമയിൽ ഈ കഥാപാത്രം, ജാനകി എന്ന കഥാപാത്രം ഒരു വിക്ടിം ആയിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു പേര്, ഈ ഹൈന്ദവ ദൈവത്തിന്റെ പേര് ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് സെൻസറിംഗ് ബോർഡിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയിലെ പേര് മാറ്റണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഒരു രേഖാമൂലം ഇവർക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ ഇതിൽ പേര് മാറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. കാരണം ഈ സിനിമ ആ സംവിധായകനായിട്ടുള്ള പ്രവീണിന്റെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമാണ്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടാൻ പോലും ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഈ സിനിമ ഒരുപാട് നീണ്ടുപോയി. ഡബ്ബിങ്ങിന് ഉൾപ്പെടെ സുരേഷ് ഗോപി 1.5 മാസം കൊണ്ടാണ് ഈ ഡബ്ബിംഗ് വരെ പൂർത്തിയാക്കി. സിനിമ ഉടനെ വെള്ളിയാഴ്ച റിലീസിന് എത്താനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സെൻസറിംഗ് ബോർഡ് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് അത് വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പേര് മാറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. സുരേഷ് ഗോപിയുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഈ സെൻസറിംഗ് ബോർഡിലെ അല്ലെങ്കിൽ കേന്ദ്രത്തോട് ഇതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫെഫ്ക ഈ സംവിധായകന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ രേഖാമൂലമല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു സിനിമയ്ക്ക് കത്തിവെക്കുക എന്ന് പറയുന്നത് അതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. എമ്പുരാനിൽ പോലും എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഫെഫ്കയും ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയാണ് ഇതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. ഇന്ന് അമ്മ യോഗത്തിന്റെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അദ്ദേഹം പ്രതികരിക്കുമെന്ന വാർത്ത കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ അണിയറ പ്രവർത്തകർ സുരേഷ് ഗോപി പ്രതികരിച്ചതിന് ശേഷം പത്രസമ്മേളനമായി തന്നെ ഇതിലൊരു വിശദീകരണം നൽകുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നവമി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ സെൻസർ ബോർഡിന്റെ ഇടപെടലുകളൊക്കെ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്, ശരി തന്നെയാണ്. പക്ഷേ ഒരു ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ സിനിമ തന്നെ പൊളിച്ചെഴുതേണ്ടി വരുമെന്നതാണ് സാഹചര്യം. ചിത്രീകരണം പൂർത്തിയായി സെൻസറിങ്ങിന് പോയപ്പോൾ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുക എന്നത് സ്വാഭാവികമായും ആ സിനിമയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതായി മാറില്ലേ? തീർച്ചയായും സജിത്ത്. കാരണം ആ സിനിമയുടെ പേര് എന്നതിനപ്പുറത്തേക്ക് ആ സിനിമയിലെ കഥാപാത്രവും ജാനകി എന്നാണ് പേര്. അവര് ആ സിനിമയിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്.